ഹായ് ഗായ്സ്, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടെറർ എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ ഡയറക്റ്റ് മെസ്സേജ് വിത്ത് ക്ലാരിഫിക്കേഷന്റെ വീഡിയോ ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാർഡ് എടുക്കും. അവർക്ക് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്, അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്, അത് ഡയറക്റ്റ് ആയിട്ടുള്ള മെസ്സേജ് ആയിട്ടാണ് നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പൈലായിട്ട് ഞാൻ ഈ ഒരു ബ്ലാക്ക് ടെർമലിന്റെ കമ്മലാണ് വെച്ചിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് പൈലായിട്ട് സെലിനൈറ്റ് സ്റ്റോണിന്റെ കമ്മലാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ബ്ലാക്ക് ടെർമൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഗുണങ്ങള്: പ്രൊട്ടക്ഷൻ, ബ്ലാക്ക് മാജിക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക, കോൺഫിഡൻസ്, അതുപോലെ തന്നെ റൂട്ട് ചക്ര ബാലൻസ്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒബ്സ്റ്റക്കിൾസ് മാറിക്കിട്ടുക, തടസ്സങ്ങൾ മാറിക്കിട്ടാനും, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കരിയറിലെ ലോ, പോലീസ്, മിലിറ്ററി, അങ്ങനത്തെ കൈൻഡ് ഓഫ് കരിയർ, അല്ലെങ്കിൽ മീൻസ് അസ്ട്രോളജിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ്റെ ഇതായിട്ട് നിങ്ങൾക്ക് ബ്ലാക്ക് ടെർമലിൻ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ പ്രത്യേകതകൾ അറിയാം. സോ ആ ഒരു ബ്ലാക്ക് ടെർമലിൻ തന്നെ നിങ്ങൾക്ക് ജ്വല്ലറി ഫോമിൽ അവൈലബിൾ ആണ്. മുമ്പ് ഞാൻ കാണിച്ചു ബ്ലാക്ക് ടെർമലിൻ നമുക്ക് വേണ്ടി കട പോലത്തെ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും പർച്ചേസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ജ്വല്ലറി ആയിട്ട് കമ്മലായിട്ടും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് പൈലായിട്ട് എടുത്തിട്ടുള്ളത്. സെക്കൻഡ് പൈലായിട്ട് എടുത്തിട്ടുള്ളത് സെലിനൈറ്റ് സ്റ്റോൺ ആണ്. സെലിനൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രൗൺ ചക്രയെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നു. സ്പിരിച്വൽ ആയിട്ടുള്ള ഹയർ ലെവൽ ഇൻറ്റ്യൂഷന് പോകാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലിനൈറ്റ് ക്രിസ്റ്റൽ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സെലിനൈറ്റ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് സ്വന്തമായി ചാർജ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളതാണ്, മറ്റൊന്നിനെ ചാർജ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പം സെലിനൈറ്റ് ക്രിസ്റ്റൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ജ്വല്ലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്റ്റൽസിന്റെ മുകളിൽ വെച്ച് നിങ്ങൾക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് സെലിനൈറ്റിന്റെ ജ്വല്ലറി ആണ്. സോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്റ്റോൺസ് ആൻഡ് സെലിഗൻസ് സൈറ്റിൽ പോവുക. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ പോകാൻ ബുദ്ധിമുട്ടാണ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റും ചെയ്യാം. ഓക്കെ, ഫർദർമോർ നിങ്ങൾക്ക് എനർജൈസ്ഡ് ചാർജ്ഡ് ക്രിസ്റ്റൽസോ ബ്രേസ്ലെറ്റ്സോ വേണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല, ഒത്തിരി ആൾക്കാർ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. സോ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നിമിഷം എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. ഇത് ഫസ്റ്റ് പൈൽ, ഇത് സെക്കൻഡ് പൈൽ. അപ്പൊ വേഗം തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പേഴ്സണെ മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു പൈൽ എടുത്തോളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ. ഓക്കെ, ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പൈലായിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് ടെർമലിൻ ആണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്ക് ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത് എങ്കിൽ എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് വിത്ത് ക്ലാരിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നല്ലതുപോലെ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റട്ടെ ഈ ഒരു വീഡിയോയിലൂടെ. പ്ലീസ് ഗൈഡ് us vibration and thoughts of person. Pile number 1, vibration. ഓക്കെ, ഈ ഒരു പേഴ്സൺ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി നിങ്ങളെ മീറ്റ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒന്നിച്ച് പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും സക്സസ്ഫുൾ ആകുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ അതിന് മുടക്കം വരുന്നുണ്ട്. അപ്പൊ അതിന് ആ ഒരു മുടക്കം വരാതെ ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം ചെയ്യാൻ ഈ ഒരു പേഴ്സൺ ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ സാഹചര്യം കാരണം ഈ ഒരു പേഴ്സനെ പകുതി വഴി വെച്ച് തിരിച്ചു പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഈ ഒരു പേഴ്സണെ തിരിച്ച് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ എടുത്ത് നോക്കാം. എന്ത് കാര്യത്തിലാണ് ഈ ഒരു പേഴ്സൺ നമ്മളെ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാരിഫിക്കേഷൻ ആയിട്ട് കിട്ടിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ ഒരു പേഴ്സൺ ഏതോ ഒരു കാര്യത്തിൽ സ്റ്റക്കാണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പല കാര്യത്തിനും ഈ പേഴ്സൺ പ്രോപ്പർ ആയിട്ട് റിപ്ലൈ തരുന്നില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിറ്റി തരുന്നില്ല. ഈ വ്യക്തിക്ക് തന്നെ അറിയാം നിങ്ങൾ ചോദിക്കുന്ന പല കാര്യങ്ങളിലും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അർഹതപ്പെട്ട രീതിയിലുള്ള ക്ലാരിറ്റിയോ ഉത്തരങ്ങളോ നൽകുന്നില്ല എന്ന്. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് എന്താന്ന് വെച്ചാല്, ഈ ഒരു പേഴ്സൺ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇപ്പൊ ഉത്തരം തരാൻ പ്രാപ്തയോ അല്ല. അങ്ങനത്തെ ഒരു വൈബ്രേഷനിലാണ് പ്രസന്റ്ലി ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്.
അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു കാര്യത്തിന് അവർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പല കാര്യങ്ങളും വൈകിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ക്ലാരിഫിക്കേഷൻ തന്നിട്ടില്ല എന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് അവര് മനസ്സിലിങ്ങനെ ഓക്കെ ആകുമോ, പിന്നും വന്ന് സംസാരത്തിൽ ശരിയാകുമോ, ഏത് കണ്ണിലായിരിക്കും എന്നെ കാണുക എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്നതായിട്ടുള്ള വൈബ്രേഷൻ ആണ് എനിക്ക് കാണുന്നത്. ആൻഡ് യെസ്, ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ വേണം. ആൻഡ് ഈ ഒരു പേഴ്സൺ സാഹചര്യങ്ങൾ കാരണമായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോസിറ്റ് നിൽക്കുന്നത്. ബട്ട് ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും നിങ്ങളെ വേണം. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഡിസ്റ്റന്റ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ ഡു യു മിസ് മീ ദ വേ ഐ മിസ് യു? ഓക്കെ, അതായത് ഞാൻ മിസ് ചെയ്യുന്നത് പോലെ നിങ്ങളും എന്നെ മിസ് ചെയ്യുന്നുണ്ടോ, അല്ല നിങ്ങൾക്കും എൻ്റെ അടുത്ത് താല്പര്യമുണ്ടോ? പല പല മെസ്സേജസിൽ നിന്നും ഈ ഒരു പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്, എടോ ഞാൻ ശ്രമിച്ചു, എന്നെ കൊണ്ട് നടക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എടോ എനിക്ക് ഇന്ന പ്രശ്നമുള്ളത് കൊണ്ടാണ് വരാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല, താനത് മനസ്സിലാക്ക്. ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് മെസ്സേജ് എന്റെ മൈൻഡിൽ വന്നതാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് ഇവർക്ക് വളരെയധികം സങ്കടമായിരിക്കാം. കാരണം അവർ പറയുന്നത് ഒരിക്കലും നിങ്ങളെ ഷെയർ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഒരിക്കലും റീപ്ലേസ് ചെയ്യാനും പറ്റില്ല, മറ്റു വ്യക്തികളുമായിട്ട് കമ്പയർ ചെയ്യാനും പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യാൻ പറ്റാത്തത്, പ്രസന്റ് സിനേറിയോ എന്താണ്, അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ, മേ ബി ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം, അല്ലെങ്കിൽ മുമ്പ് ഈ ഒരു പേഴ്സണ് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നിരിക്കാം. ആ കണക്ഷനിൽ ഈ ഒരു പേഴ്സൺ ഹാപ്പി ആയിരുന്നു, പക്ഷെ ആ ഒരു കണക്ഷൻ ബ്രേക്കപ്പ് ആയിപ്പോയി, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ എന്തോ കാരണത്താൽ ഡിറ്റാച്ച് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷനിൽ ഉണ്ടായിരുന്ന പോലത്തെ വൈബ്രേഷനേക്കാൾ മികച്ചത് തന്നെയാണ് നിങ്ങൾ എപ്പോഴും തരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഫസ്റ്റ് സൈക്കിളിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ മേ ബി ഈ ഒരു പേഴ്സൺ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയേക്കാൾ ഫാർ ബെറ്റർ ആണ് നിങ്ങളെന്ന് ആ പേഴ്സൺ അറിയാം. ആൻഡ് അവരുടെ ജീവിതത്തിലെ കൈൻഡ് ഓഫ് ഒരു ബ്ലെസ്സിങ്സ് കൊണ്ട് തന്ന ഒരു എനർജിയാണ് പലപ്പോഴും നിങ്ങൾക്കുള്ളത്. അല്ലെങ്കിൽ എനിക്കിങ്ങനെ മനസ്സിലാകുന്നു, കുറച്ചും കൂടി ഒരു ക്ലോസ്നെസ് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടി, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് അങ്ങനത്തെ എന്തോ ഒരു സംഭവം കിട്ടിയിട്ട് കുറച്ചും കൂടി ഈ ഒരു പേഴ്സന്റെ അടുത്തേക്ക് നിങ്ങൾ വരാനും നിങ്ങൾക്ക് കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്യാനും പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഈ ഒരു പേഴ്സന്റെ ഉള്ളിലുണ്ട് കേട്ടോ. പക്ഷെ ഈ ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ മുമ്പ് അവർക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മേ ബി ഇവർ മാരീഡ് ആയിരിക്കാം. ഓക്കെ, പക്ഷെ ആ ഉണ്ടായിരുന്ന അനുഭവത്തെക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ അടുത്ത് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മാറ്റി വെക്കാൻ പറ്റില്ല എന്നൊരു രീതിയിൽ ഇവർ ചിന്തിക്കുന്നത്. നിങ്ങൾ അത്രത്തോളം വില മതിക്കുന്നു എന്ന ഒരു തോട്ടാണ് നിങ്ങളുടെ പേഴ്സന്റെ ഉള്ളിൽ ഉള്ളത്. ഓക്കെ, ഐ വോണ്ട് എ സ്റ്റെബിലിറ്റി ഇൻ ദിസ് കണക്ഷൻ. പലപ്പോഴും നിങ്ങളുടെ കണക്ഷനിൽ പല സാഹചര്യങ്ങൾ മൂലം സ്റ്റെബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കണക്ഷനിൽ ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, മോറോവർ എന്തിനാണ് ഒരു സ്റ്റെബിലിറ്റി വേണ്ടത് എന്നുള്ള ക്ലാരിറ്റി നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, നിങ്ങളുടെ കണക്ഷന്റെ വൈബ്രേഷൻ, യെസ്, നിങ്ങളുടെ കണക്ഷന്റെ വൈബ്രേഷൻ ഭയങ്കര സ്റ്റേബിൾ ആകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് പാസ്റ്റില് ഞാൻ പറഞ്ഞില്ല ഇവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മേ ബി ഇവർ ഡിവോഴ്സിന്റെ വക്കിലായിരിക്കാം. അപ്പോൾ അവര് ഫുള്ളി ബാലൻസ്ഡ് ആയതിനു ശേഷം നിങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു താല്പര്യത്തിൽ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റേബിൾ കണക്ഷൻ ആ ഒരു പേഴ്സണ് വേണം. അങ്ങനത്തെ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ പറ്റുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ മുന്നിൽ തടസ്സങ്ങൾ വരുന്നുണ്ട്, ഇല്ല എന്നല്ല, ബട്ട് ആ ഒരു പേഴ്സൺ ട്രൂലി നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ മിസ്സും ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളെ റീപ്ലേസ് ചെയ്യാനേ പറ്റില്ല, നിങ്ങൾ അവരുടേത് മാത്രമാണ് എന്നുള്ള ഒരു താല്പര്യവും ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ വൈ കാൺട്ട് യു കൺഫ്യൂസ് യുവർ ലവ്, അതായത് നിങ്ങൾ എപ്പോഴും ഈ ഒരു പേഴ്സണ് പ്രണയത്തിന്റെ വൈബ്രേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു തോട്ടാണ് ഈ പേഴ്സന്റെ മനസ്സിൽ എപ്പോഴും വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും അവരെ കെയർ ചെയ്തിരിക്കണം. നിങ്ങൾ എന്ന് പറയുന്നത് വളരെ നർച്ചറിങ് ആയിട്ടുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ എപ്പോഴും അവരെ കെയർ ചെയ്യണം, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പെരുമാറണം, സംസാരിക്കണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നുള്ളൊരു സോണിലേക്കാണ് അവർ നിൽക്കുന്നത്.
അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ അവർക്ക് അങ്ങോട്ട് കൊടുത്ത ഒരു എനർജിയാണ്. ആ ഒരു എനർജി അവർ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഇമോഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു പേഴ്സണ് നിങ്ങളെ വേണം, നിങ്ങളുമായിട്ട് നല്ലൊരു സ്റ്റെബിലിറ്റി വേണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഈ ഒരു കണക്ഷനിൽ ഇപ്പം ഡിസ്റ്റന്റ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നല്ല കണക്ഷനിലാണ് പോകുന്നതെങ്കിൽ പോലും, ഈ ഒരു കണക്ഷന്റെ വൈബ്രേഷൻ ഈ ഒരു പേഴ്സണെ ഒത്തിരി നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ അഥവാ പുരുഷൻ, അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വൈബ്രേഷൻ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഫീലിങ്സ് ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് കൊണ്ട് നിങ്ങളെ മറ്റാരോടത്തും ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റാനോ വേറൊരു വ്യക്തി അതിലേക്ക് കൊണ്ടുവെക്കാനോ അവർക്ക് സാധിക്കുകയില്ല എന്നതാണ്. ആൻഡ് പലപ്പോഴും ഈ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ വായിൽ നിന്ന് നിങ്ങൾക്ക് അവർ ഇഷ്ടമാണ് എന്നൊരു രീതിയിലുള്ള മെസ്സേജസ് കിട്ടാൻ താല്പര്യപ്പെടുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ അങ്ങോട്ട് ഇഷ്ടമാണ് എന്ന് കൺഫസ് ചെയ്തോണ്ടേയിരിക്കണം. അത് ഈ ഒരു പേഴ്സന്റെ ഒരു വീക്ക്നെസ് ആണ്. നിങ്ങൾ അങ്ങനെ കൺഫസ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് ദേഷ്യം വരും, ഇറിറ്റേഷൻ വരും, ഈഗോ വരും. അങ്ങനത്തെ ഒരു എനർജിയിലാണ് എനിക്ക് കാണുന്നത്. മോറോവർ ഈ ഒരു പേഴ്സന്റെ വൈബ്രേഷൻ ഇപ്പൊ മോശമാണ് എങ്കിൽ കുറച്ച് നന്നായി വരുന്ന എനർജിയിലാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ ഗൈസ്, മനസ്സിലാക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സന്റെ വൈബ്രേഷൻ ഇതുമായിട്ട് മാച്ച് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേഴ്സന്റെ കറണ്ട് വൈബ്രേഷൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്നൊരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ സെക്കൻഡ് പൈലിൽ കാണാൻ. ബൈ ബൈ. ഹായ് ഗൈസ്, അപ്പൊ നിങ്ങളെ സെക്കൻഡ് പൈലായിട്ടുള്ള നമ്മുടെ സെലനൈറ്റിന്റെ ഇയറിങ്സ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിനോടാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് എങ്കിൽ മേ ബി നിങ്ങളൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള കപ്പിൾസ് ആയിരിക്കാം. എന്താണ് ഈ ഒരു പേഴ്സന്റെ വൈബ്രേഷൻ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിത്ത് ക്ലാരിഫിക്കേഷൻ. ഐ വോണ്ട് ടു ഡേറ്റ് യു. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു കപ്പ് ഓഫ് കോഫി ഷെയർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായി ഒരു ഡേറ്റിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഡേറ്റ് ആണെന്ന് നിങ്ങൾക്കായിരിക്കും അറിയാതിരിക്കുക. എനിക്ക് തോന്നുന്ന സം കൈൻഡ് ഓഫ് ഫിസിക്കൽ ഡേറ്റും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഐ നോ ദാറ്റ് യു ലവ് മീ ആൻഡ് ഐ ലവ് യു ടു. അതായത് നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നവർക്ക് അറിയാം. ആൻഡ് അവരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നവർക്ക് പറയണം. എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ ബിസി ആണെന്ന് തോന്നുന്നു. നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് ആ പറയുന്ന പോലെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. യെസ്, ദിസ് ഡിസ്റ്റൻസ് ഈസ് കില്ലിങ് മീ. ഓക്കെ, അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്താണെങ്കിലും ദൂരെയാണെങ്കിലും വാട്ട് എവർ ദ സിറ്റുവേഷൻ, നിങ്ങൾ ഒത്തിരി ദൂരെയാണ്, നിങ്ങളുടെ അടുത്തേക്ക് ഇയാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഹി ഓർ ഷി അവരുടെ സ്നേഹം നിങ്ങളുടെ അടുത്തേക്ക് അവരുടെ ഉള്ള അത്രയും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു വൈബ്രേഷൻ ആണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സൺ ഐ തിങ്ക് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, ആൻഡ് യെസ്, ഐ വോണ്ട് യു മോർ, റിയലി വോണ്ട് യു. അതായത് ഈ ഒരു പേഴ്സൺ മേ ബി നിങ്ങളുടെ അടുത്ത് വളരെയധികം ഫിസിക്കലി അട്രാക്റ്റഡ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സൺ ലേറ്റ് നൈറ്റ് നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കാറുണ്ട് ആൻഡ് നിങ്ങളുടെ പിക്ചർ നോക്കിയിരിക്കാറുണ്ട്. ആൻഡ് ഓൾസോ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സൺ ഭയങ്കര ക്വിക്ക് എനർജിയാണ്. ആൻഡ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ ആഗ്രഹിച്ച ആ ഒരു പേഴ്സണ് പല കാര്യങ്ങളും അപ്പൊ തന്നെ കിട്ടണം എന്നുള്ള വൈബ്രേഷനിൽ നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് രാത്രി കാലങ്ങളിൽ ഈ ഒരു പേഴ്സൺ ബിക്കോസ് ഓഫ് നിങ്ങൾ അടുത്തില്ലാത്തത് കൊണ്ട് മെന്റലി ഡിസ്റ്റർബ്ഡ് ആണ്. ആൻഡ് ഓൾസോ നിങ്ങളും ചിലപ്പോൾ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഐ വാണ്ട് ബാലൻസ് ഇൻ ലൈഫ്. അതായത് ഇങ്ങനെ ദൂരെ നോക്കി ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല, നിങ്ങളെ അടുത്ത് വേണം, അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു ബാലൻസ് വേണം എന്ന രീതിയിലാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, angels, please guide us. You are more than a friend to me. അതായത് മേ ബി തുടക്കത്തിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം. മേ ബി ആദ്യമൊക്കെ അട്രാക്ഷൻ, ടൈം പാസ് അങ്ങനെയുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതായിരിക്കാം. പക്ഷെ പിന്നെ ഇത് ഭയങ്കര സീരിയസ് റിലേഷൻഷിപ്പ് ആയി പോയി. ഈ ഒരു പേഴ്സൺ ഇപ്പം നിങ്ങളില്ലാണ്ട് പറ്റുന്നില്ല, നിങ്ങളുടെ അടുത്ത് ഡിറ്റാച്ച് ആവാൻ സാധിക്കുന്നില്ല. മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് മാരി ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളെ ലൈഫ് ലോങ് ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നുണ്ട്. ദർ ഇസ് സോ മച്ച് ഐ വോണ്ട് ടു സേ ടു യു. നിങ്ങളോട് ഒത്തിരി കുന്നോളം കാര്യങ്ങൾ ഈ ഒരു പേഴ്സണ് പറയാനുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സണ് ജീവിതത്തിൽ വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ എനിക്ക് ഫീൽ ചെയ്യുന്നത്
ഈ ഒരു പേഴ്സൺ സ്പിരിച്വൽ പാത്തിൽ നിൽക്കുന്ന ആളാണോ? കാരണം ഒത്തിരി സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൈ പിടിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന പോലൊരു വൈബ്രേഷൻ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഓവറോൾ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. സ്ട്രെയിറ്റ് കട്ട് മെസ്സേജസ് ഈ ഒരു പേഴ്സൺ തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റ് ട്രോമയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിലേക്ക് ഹെഡ് ചെയ്യാൻ പലപ്പോഴും സംശയങ്ങൾ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു വ്യക്തി ശുദ്ധനാണ്, ഹി ഓർ ഷീ അവര് പോസിറ്റീവ് ആണ്. പക്ഷെ നിങ്ങളാണ്, കാരണം ഇവരുടെ കാര്യത്തിന് ഒട്ടും ക്ലാരിഫിക്കേഷൻ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷെ നിങ്ങളാണ് ഇവിടെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളാണ് ഇതിനകത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന വൈബ്രേഷനാണ് എനിക്ക് കിട്ടുന്നത്. ബിക്കോസ് ഈ ഒരു പേഴ്സൺ തനിക്ക് സാഹചര്യം ഇല്ലെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു അപ്രോച്ചിലാണ് നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് പണ്ടുണ്ടായിട്ടുള്ള സിനേറിയോ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോകുമെന്ന് പറഞ്ഞ് ഇയാളുടെ അവസരങ്ങളും ഇയാളുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ അത് മനസ്സിലാക്കാതെ നിങ്ങൾ ഓവറായിട്ട് ഈ ഒരു പേഴ്സണെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഫീല്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവറായിട്ട് ഈ ഒരു പേഴ്സണിൻ്റെ അടുത്ത് നിന്ന് കെയർ വേണം, അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന കൈൻഡ് ഓഫ് ഒരു ഫീലിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ മേ ബി നിങ്ങളുടെ ഫ്രണ്ട് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഫ്രണ്ട് ആയിരുന്നിരിക്കാം. നൗ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് അട്രാക്റ്റഡ് ആയിരിക്കാം എന്നൊരു വൈബ്രേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് ഓൾസോ ഈ ഒരു പേഴ്സൺ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് മേ ബി ഈ ഒരു പേഴ്സണായിട്ട് നമുക്ക് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി മേ ബി നിങ്ങളുടെ കൊളീഗ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് എന്താ അറിയില്ല, ബട്ട് ക്ലാസ്മേറ്റ് അങ്ങനെയും ആയിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ഈ ഒരു പേഴ്സണുമായിട്ടൊരു ലോങ് ടേം കണക്ഷൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഡിഫിക്കൽട്ടാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ലോങ് ടേം കണക്ഷൻ വേണം, അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ലോങ് ടേം ആയിട്ട് കുറേ കാലമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ അറിയാം, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു ക്രഷ് ഫീലിംഗ്, ഇപ്പോഴാണ് ഒരു അട്രാക്റ്റീവ് ഫീലിംഗ് ആ ഒരു വ്യക്തിയിലേക്ക് വന്നത്. ആൻഡ് ആ ഒരു പേഴ്സൺ അപ്പുറത്തെ സൈഡിൽ നിന്ന് അയാളുടെ മാക്സിമം നോക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു പേഴ്സൺ നിങ്ങളെ ഡേറ്റ് ചെയ്യാനും താല്പര്യപ്പെടുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങളും അങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആണെന്നൊരു കൈൻഡ് ഓഫ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരുന്നിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് പിന്നെ റിലേഷൻഷിപ്പിലേക്ക് പോയതാണെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ മാരിഡ് അല്ല എങ്കിൽ ഈ ഒരു കണക്ഷനിൽ മാരേജ് പോസിബിൾ ആണ്. നിങ്ങൾ മാരിഡ് ആണ് എങ്കിൽ, ഡിവോഴ്സ്ഡ് ആണെങ്കിലും ഐ തിങ്ക് ഈ ഒരു കണക്ഷനിൽ പോസിബിൾ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ബിക്കോസ് സ്റ്റേ വിത്ത് മീ എന്ന കാർഡ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഡിഫിക്കൽട്ട് ആണ് നിൽക്കുന്ന കാര്യം, അത്ര എളുപ്പമൊന്നുമല്ല. ബട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് പോസിബിൾ ആണ് എന്ന് കാണിക്കുന്നു. ഓക്കെ, ആൻഡ് നിങ്ങൾ കല്യാണം കഴിക്കാത്ത ആൾക്കാരാണ് എങ്കിൽ നല്ല വൈബ്രേഷൻ ആണ് നിങ്ങളുടെ കണക്ഷനിലുള്ളത്. ബട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിസയേഴ്സ്, അതായത് സെക്ഷൽ ഡിസയേഴ്സ് കുറച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിങ്. ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന്. സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദി. ഫർദർ മോർ നിങ്ങൾക്ക് റീഡിങ്സ് വേണമെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാം. അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാൻ. ബൈ ബൈ.